ആ പൂക്കൾ ഉപയോഗിച്ച് തന്നെ ആരതി തട്ടിലെ ദീപം എടുത്താവുന്നതാണ്. നാളെ സമാപന ദിവസം എല്ലാവർക്കും സമൂഹ മംഗളാരതി ചെയ്യുവാനുള്ള അവസരമുണ്ട്. ലക്ഷദ്വീപത്തിന്റെയും സമൂഹ മംഗളാരതിയുടെയും യജ്ഞപ്രസാദവും ഉണ്ടാവുന്നതാണ്. നാളെ വൈകിട്ട് 8 മണി തൊട്ട് അമലഭാരതം, നമ്മുടെ അമ്മയുടെ ഏറ്റവും മികച്ചതായിട്ടുള്ള ഒരു നിർദ്ദേശമാണ് ശുചീകരണ പ്രവർത്തനം. നമ്മുടെ ഈ ദിവസങ്ങളിൽ ഇവിടെ അടിഞ്ഞുകൂടിയിട്ടുള്ള എല്ലാ അഴുക്കുകളും നമ്മൾ ഓരോരുത്തരുടെയും കടമയാണ് അത് എടുത്തു മാറ്റുക എന്നുള്ളത്. നാളെ ആരതിക്ക് ശേഷം ഇവിടെ ശുചീകരണം എല്ലാവരും ചേർന്ന് ഇത് ശുചീകരണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നതാണ്. ഇവിടെയുള്ള എല്ലാ പ്ലാസ്റ്റിക്കുകളും നമ്മൾ കൂടുകളിൽ ശേഖരിച്ച് മാറ്റുന്നതാണ്. അതിലെല്ലാവരും പങ്കെടുക്കേണ്ടതാണ്. ഇവിടെ കലാകുംഭ വേദിയിൽ കലാപരിപാടികൾ ആരംഭിക്കുകയാണ്. സോപാന സംഗീതം അവതരിപ്പിക്കുന്നത് അഭിലാഷ് ശ്രുതി സുകുമാരൻ പാലക്കാട്. സ്റ്റേജിൽ സോപാന സംഗീതം 18-ാം തീയതി മുതൽ 3-ാം തീയതി വരെ, നാളെ വരെ കുംഭമേള നമ്മളിവിടെ ആഘോഷിക്കുകയാണ്. നാളത്തെ ദിവസത്തോടുകൂടി കുംഭമേള അവസാനിക്കുകയാണ്. നമുക്കിവിടെയുള്ള എല്ലാവർക്കും ആരതി ചെയ്യാനുള്ള അവസരം കൂടിയാണ്. നിള ദേവിയോട് അനുഗ്രഹം വാങ്ങാനുള്ള സമാപന ദിവസം കൂടിയാണ്. എല്ലാവരും ആരതിക്കുള്ള ആരതിത്തട്ട് നമ്മൾ പേരും നക്ഷത്രവും പറഞ്ഞ് കൗണ്ടറിൽ നിന്ന് കൈപ്പറ്റേണ്ടതാണ്. ഒപ്പം നമുക്ക് മുത്തപ്പന്റെ അനുഗ്രഹം കുട്ടിക്കലാശം പോലെ നാളെ വൈകിട്ട് മുത്തപ്പന്റെ അനുഗ്രഹവും പ്രസാദവും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. നാളത്തെ ദിവസം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിലെ മറക്കാനാവാത്ത ഒരു ദിനമായി മാറണം. കുംഭമേള ഓരോരുത്തരും നമ്മുടെ മനസ്സിലേറ്റി ഒരുപാട് നല്ല ഓർമ്മകളുമായിട്ട് നമുക്ക് വിരിയാം. അടുത്ത കുംഭമേളയ്ക്ക് വരെ ആ ഓർമ്മകൾ സൂക്ഷിച്ചുകൊണ്ട് ആ അനുഷ്ഠാനത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് നിളാദേവി തന്നെയാണ്, ഭാരതപ്പുഴ തന്നെയാണ് നമ്മുടെ ദേവി സാന്നിധ്യം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അമ്മ പറയാറുണ്ട്, നദിയുടെ ഉത്സവം, ഭാരതപ്പുഴയുടെ ഉത്സവം, നദീ ഉത്സവം നമുക്ക് തരുന്ന സന്ദേശം പ്രകൃതിയെ ആരാധിക്കുക, സ്നേഹിക്കുക എന്നുള്ളതാണ്. അപ്പൊ നമ്മള് നിളാദേവിയെ എല്ലാ സപ്തനദികളിലും